morning, Amrita Miss Anna. Now, നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണല്ലേ ഡാറ്റ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ഒരു അടിപൊളി സൂപ്പർ ഡ്യൂപ്പർ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. മക്കളെ ഈ ചാപ്റ്റർ എന്താണെന്ന് അറിയോ? ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ ഷോട്ട് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറ്റും. മിസ് എന്ന് വന്നിട്ടുള്ളത് മക്കളെ, നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ 8th CBSE യോധ ബാച്ചിലെ മക്കൾക്കറിയാം, നമ്മൾ ഈ ചാപ്റ്റർ ഓൾറെഡി എടുത്ത് സെറ്റായ ചാപ്റ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൈവ് സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരും. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ എന്നുള്ളത് ഒന്ന് ഓട്ടിച്ചിട്ട് മിസ് പറഞ്ഞുതരാം. റെഡി? അപ്പോൾ എല്ലാ മക്കളും റെഡി ആണല്ലോ? നമുക്ക് നോക്കാം മക്കളെ. ഈ ചാപ്റ്ററിൽ ആദ്യം പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാർട്ടിനെ പറ്റിയാണ്. അതായത് ഈ ഡാറ്റ ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പം ഡാറ്റകൾ വെച്ചിട്ടുള്ള കളിയാണല്ലേ. ഒരുപാട് ഡാറ്റകൾ നമ്മുടെ കയ്യിലുണ്ടാവും. ഇപ്പം നിങ്ങൾ ആലോചിക്കും, മിസ്സേ എന്താണ് ഡാറ്റ? മക്കളെ, ഡാറ്റ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എനി കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ. ഏത് കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് എന്ത് എന്ന് പറയാം? ഡാറ്റ എന്ന് പറയാം. അതായത് നിങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും വയസ്സ്, ഏജ് എന്ന് പറയുന്ന ഒരു ഡാറ്റയാണ്. നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റ് എന്ന് പറയുന്ന ഡാറ്റയാണ്. ഏത് തരത്തിലുള്ള നമുക്ക് എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം? ഡാറ്റയാക്കി മാറ്റാം. ഡാറ്റയാണ്, എല്ലാത്തരം ഇൻഫോർമേഷൻസും ഡാറ്റയാണ്. ഈ ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല 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 രീതിയിലുള്ള ഗ്രാഫുകൾ അവൈലബിൾ ആണ്. ആദ്യത്തെ ടൈപ്പ് ഓഫ് ഗ്രാഫ് എന്ന് പറയുന്നത് പിക്ടോഗ്രാഫ് ആണ്. ആദ്യത്തെ ടൈപ്പ് ഓഫ് ഗ്രാഫ് എന്ന് പറയുന്നത് പിക്ടോഗ്രാഫ് ആണ്. ഇതാണ് നമ്മളുടെ പിക്ടോഗ്രാഫ് എന്ന് പറയുന്നത്. പിക്ടോഗ്രാഫിൽ എന്താ ചെയ്യുന്നത്? ഡാറ്റകൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പിക്ചേഴ്സ് ആയിട്ടാണ്. ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പിക്ചേഴ്സ് ആയിട്ടാണ്. ഇവിടെ നോക്കാം, ഇവിടെ ഒരു കാറിൻ്റെ ചിത്രം എന്ന് പറഞ്ഞാൽ 100 കാറാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു കാറിൻ്റെ ചിത്രം, ഒരു കാറിൻ്റെ ഫിഗർ കാണിക്കുന്നത് 100 കാറുകളെയാണ്. 1 symbol stands for 100 cars. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, 3 കാറുകൾ ഉണ്ടെങ്കിൽ അതെന്താ പറയുന്നേ? 300 കാറുകളുണ്ട് എന്നാണ് പറയുന്നത്. നമുക്കറിയുന്ന കാര്യമാണല്ലേ. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഗ്രാഫ് എന്ന് പറയുന്നത് ബാർ ഗ്രാഫുകളാണ്. ഈ ബാർ ഗ്രാഫുകൾ എന്താ ചെയ്യുന്നത്? ഓരോ ഇൻഫോർമേഷൻസും ബാറുകളായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 2003, 2004 നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ക്ലാസ് 8 എന്ന് പറയുന്നത് എത്രയാണ്? 100 കുട്ടികളാണ്. 100 കുട്ടികൾ. അതായത് ഒരു ഡാറ്റയെ ബാർ ഗ്രാഫ്, ബാർസ് യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ബാർ ഗ്രാഫ് എന്ന് പറയുന്നത്. റെഡി? ഇനി മൂന്നാമത്തെ ടൈപ്പ് ഗ്രാഫ് എന്ന് പറയുന്ന ബാർ ഗ്രാഫ് പോലെ തന്നെ ഡബിൾ ബാർ ഗ്രാഫ് ആണ്. അതായത് 2 ബാറുകൾ കൂട്ടി വെച്ചാലുള്ള ടൈപ്പ് ഓഫ് ഗ്രാഫുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡബിൾ ബാർ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇതിൽ ഒരേ ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? 2 ടൈപ്പ് ഓഫ് ഇൻഫോർമേഷൻസ് കിട്ടും. 2 ടൈപ്പ് ഓഫ് ഡാറ്റ ഒരു സിംഗിൾ ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഡബിൾ ബാർ ഗ്രാഫ് എന്ന് പറയുന്നത്. റെഡി? അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ മക്കൾക്ക് വഴിയേ വരും. ഇന്ന് മിസ് പറയുന്നത് ഈ ചാപ്റ്ററിലുള്ള മെയിൻ ആയിട്ടുള്ള മക്കൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമാണ്. റെഡി അല്ലേ? അപ്പോൾ നോക്കിയേ, ഇനി നമുക്ക് പോകാൻ പോകുന്നത് നാലാമത്തെ ടൈപ്പ് ഓഫ് ഗ്രാഫാണ് പൈ ചാർട്ട്. പൈ ചാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചപ്പാത്തി ചാർട്ടെന്നോ സർക്കിൾ ചാർട്ടെന്നോ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. പല പേരുകൾ ഇത് അറിയപ്പെടുന്നുണ്ട്. റെഡി? പിസ്സ ചാർട്ട് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഒക്കെ അടിപൊളി. അപ്പോൾ ഇത് കാണിച്ചിരിക്കുന്നതാണ് പൈ ചാർട്ട് എന്ന് പറയുന്നത്. ഈ പൈ ചാർട്ടിൽ ഒരു സർക്കിൾ ഉണ്ടാവും. ഈ സർക്കിളിനെ ഇങ്ങനെ ഓരോന്നായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മളുടെ ഡാറ്റയ്ക്ക് അനുസരിച്ച് ഈ സർക്കിളിനെ കഷ്ണങ്ങളാക്കി ഡിവൈഡ് ചെയ്യും. ഇവിടെ നോക്കുക, 30,000, 20,000, 50,000. അതായത് 0 to 14 ഇയേഴ്സിൽ എത്ര പേരുണ്ട്? 30,000 ആൾക്കാരുണ്ട്. 60 years and above എത്ര പേരുണ്ട്? 20,000. 50 to 16 ഇയേഴ്സ് എത്ര പേരുണ്ട്? 50 to 50,000. അതായത് ഒരു ഡാറ്റേനെ നമ്മൾ പൈ ചാർട്ട് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഒരു സർക്കിളിനെ അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യും. ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ കാണാം 15 to 16 ഇയേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ, അല്ലേ? ഏറ്റവും കൂടുതൽ 15 to 60 ഇയേഴ്സ് ആണ്. അതെങ്ങനെ മനസ്സിലായി? ഈ സർക്കിളിൻ്റെ ഹാഫ് പോർഷൻ അവിടെയാണ് ഇരിക്കുന്നത്. റെഡി അല്ലേ? ഇനി ഏറ്റവും കുറവ് ആരാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 60 ഇയേഴ്സ് ആൻഡ് അബോവ് ആണ്. കാരണം ആ ഭാഗമാണ് ചിത്രത്തിൽ ഏറ്റവും കുറവായിട്ട് കാണുന്നത്. ഇങ്ങനെ ഒരു സർക്കിളിൽ നമ്മൾ ഡാറ്റാസ് റെപ്രസെൻറ്റ് ചെയ്യുക.
ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? പൈ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പൈ ചാർട്ട് എങ്ങനെയാ വരയ്ക്കുക? എങ്ങനെയാ പൈ ചാർട്ട് വരയ്ക്കുക? സിമ്പിളാണ്. ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഡാറ്റ തന്നു എന്ന് വിചാരിക്കാം. ഇവിടെ എന്താ ഡാറ്റ തന്നിരിക്കുന്നത് നോക്കിയേ. ഒരു ചോക്ലേറ്റിൻ്റെയാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനമാണല്ലേ ചോക്ലേറ്റ്. ചോക്ലേറ്റിൻ്റെ പല 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 ഫ്ലേവേഴ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ചോക്ലേറ്റ് അല്ല, ഐസ്ക്രീമിൻ്റെ 3 ഫ്ലേവേഴ്സ്. ഏതൊക്കെയാ? ചോക്ലേറ്റ് ഉണ്ട്, വാനിലാസ് ഉണ്ട്, അതർ ഫ്ലേവേഴ്സ്. നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കും. ചിലർക്ക് ചോക്ലേറ്റ് ആയിരിക്കും, മിൻസിന് ചോക്ലേറ്റ് ആട്ടോ. ചിലർക്ക് വാനില ആയിരിക്കും, ചിലർക്ക് ബട്ടർ സ്കോച്ച് ആയിരിക്കും, ചിലർക്ക് പിന്നെ ഫ്രൂട്ട്സ് ഇല്ലേ, അവക്കാഡോ, പിന്നെ ടെൻഡർ കോക്കനട്ട്, അങ്ങനെ പറഞ്ഞ കുറേ ഐസ്ക്രീംസ് ഉണ്ട്. പറയാൻ തുടങ്ങിയാൽ നിർത്തത്തില്ല. മിസ്സിന് അത്ര ഇഷ്ടമാണ് ഐസ്ക്രീംസ്. അപ്പോൾ ഈ ഐസ്ക്രീമിൻ്റെ ഇഷ്ടമുള്ള ആൾക്കാരുടെ എണ്ണം, ദ പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് പ്രിഫറിങ് ദ ഫ്ലേവേഴ്സ്. ഓക്കെ, നിങ്ങളുടെ ക്ലാസ്സിൽ വന്ന് മിസ് ഒരു ഇത് നടത്തിയെന്ന് വിചാരിക്കുക, സർവേ നടത്തി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഫ്ലേവർ. അപ്പോൾ മിസ്സിന് കിട്ടിയ ഡാറ്റ എന്താണെന്ന് വെച്ചാൽ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന 50% കുട്ടികളുണ്ട്. ക്ലാസ്സിലെ 50% കുട്ടികൾക്കും എന്ത് ഇഷ്ടമാണ്? ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമാണ്. വാനില ഫ്ലേവർ 25%, അതർ ഫ്ലേവേഴ്സ് 25%. ഇങ്ങനെയാണ് ഡാറ്റ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യണം? പൈ ചാർട്ടാക്കി മാറ്റണം. ഇതെന്ത് ചെയ്യണം? പൈ ചാർട്ടാക്കിയിട്ട് മാറ്റണം. അതിപ്പോൾ എങ്ങനെ മാറ്റും? അപ്പോൾ മക്കളെ, സർക്കിൾ വരയ്ക്കണം. നമുക്കറിയാം പൈ ചാർട്ട് ആണെങ്കിൽ നമുക്കറിയാം സർക്കിൾ വരയ്ക്കണം. 50% എങ്ങനെ മാർക്ക് ചെയ്യും? മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? അങ്ങനെ പൈ ചാർട്ട് വരയ്ക്കുന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ചാപ്റ്ററിൽ അടുത്ത് പഠിക്കാൻ പോകുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇവിടെ നോക്കുക, 50% എന്ന് പറഞ്ഞാൽ 50/100 അല്ലേ? 50% എന്ന് പറഞ്ഞാൽ 50/100. ആ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പോൾ 50% 50/100 എഴുതി. ഇതിനെ നമ്മൾ ചെറുതാക്കുമ്പോൾ 1/2 എന്ന് കിട്ടി. 1/2, ഹാഫ്. ഇനി നിങ്ങൾ വേറൊരു കാര്യം, ഒരു സർക്കിളിൻ്റെ നടുവിലുള്ള മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഒരു സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രിയാണ്. ഒരു സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്, മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. നമുക്കറിയാലോ, സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഹാഫ് ഓഫ് 360 ഡിഗ്രി എത്രയായിരിക്കും? 360യുടെ പകുതി എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, മിസ് എന്തിനാ അപ്പോൾ ഹാഫ് ഓഫ് 360 കണ്ടത്? എടാ, സർക്കിൾ നമ്മുടെ കയ്യിലുണ്ട്. ഇതിലെങ്ങനെ നമ്മൾ ഈ 1/2 മാർക്ക് ചെയ്യും? എങ്ങനെ മാർക്ക് ചെയ്യും? സിമ്പിളായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡിഗ്രിയിലേക്ക് മെഷർ ചെയ്യണം അല്ലേ? ആംഗിൾ അറിയാമെങ്കിൽ എളുപ്പത്തിൽ വരച്ചൂടെ? എങ്ങനെ നമ്മൾ ആംഗിൾ ആക്കും? 1/2 × 360. അപ്പോൾ നമുക്കിവിടെ ഒരു ലൈന് വരയ്ക്കാം. ഇവിടെ നമ്മളുടെ പ്രൊട്രാക്ടർ വെക്കുക. 180 ഡിഗ്രി മെഷർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഒന്നാമത്തെ പോർഷൻ ആരാത്? ചോക്ലേറ്റ്. റെഡി? രണ്ടാമത് ആരാ? 25%. 25% എന്ന് പറഞ്ഞാൽ 25/100 അല്ലേ? അതായത് 1/4. അതായത് 1/4 ഓഫ് 360 90 ഡിഗ്രി. ഇങ്ങനെ വരും. ഇത് വാനില, ഇത് അതർ. ഇങ്ങനെയാണ് നമ്മൾ പൈ ചാർട്ട് വരയ്ക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയും. റെഡി? അടുത്ത നോക്കിയേ. അടുത്തതാണ് ചാൻസ് ആൻഡ് പ്രോബബിലിറ്റി. മക്കളെ, നമ്മളിപ്പോൾ പെട്ടെന്ന് നമ്മുടെ ആകാശമൊക്കെ ഇരുണ്ട് വന്നാൽ നമ്മൾ പറയും ആ മഴ പെയ്യാൻ പോവാണ്. ദർ ഇസ് എ ചാൻസ് ഫോർ റെയിൻ എന്ന് നമ്മൾ പറയും അല്ലേ? സാധ്യതയുണ്ട്, മഴ പെയ്യാനുള്ളൊരു സാധ്യത എവിടെയോ ഉണ്ട്. അടുത്ത സെക്കൻഡിൽ മേഘങ്ങളൊക്കെ പോയില്ലേ, ക്ലൗഡ്സ് ഒക്കെ പോയിട്ട് നല്ല വെളിച്ചങ്ങ് വരും. മഴ പെയ്യോ? ചിലപ്പം പെയ്യും, ചിലപ്പം പെയ്യത്തില്ല. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദർ ഇസ് എ ചാൻസ് ഫോർ റെയിൻ. ഇപ്പം എന്താണ്, നമ്മളുടെ ന്യൂ ടെക്നോളജി ഒക്കെ വെച്ച് നമുക്ക് റെയിൻ ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണ്, നമ്മൾ ചാൻസ് ആണ് പറയാം. പോട്ടെ, മറന്നുകളാം. കോയിൻ ടോസ് ചെയ്യാം. നമ്മൾ ₹1 കോയിൻ എടുത്തു, ടോസ് ചെയ്യുന്നു എന്ന് വിചാരിച്ചു. അങ്ങനെ ടോസ് ചെയ്തില്ലേ? അങ്ങനെ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹെഡും വീഴാം, ടെയിലും വീഴാം. ഏത് വീഴുമെന്ന് എനിക്ക് ഇവിടുന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. മക്കളൊരു കോയിൻ ടോസ് ചെയ്ത് നോക്കിയേ. കോയിൻ ടോസ് ചെയ്തിട്ട് ഹെഡേ വീഴൂ അല്ലെങ്കിൽ ടെയിലേ വീഴൂ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ഒരു ഡൈസ്, നമ്മൾ പാമ്പും കോണിയും അല്ലെങ്കിൽ ലുഡോ ബോർഡൊക്കെ കളിക്കുമ്പോൾ കിട്ടുന്ന, സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഡൈസ് ഇല്ലേ, നമ്മൾ ഡൈസ് ത്രോ ചെയ്തു. ഈ ഡൈസിൽ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ ഏത് നമ്പർ വീഴുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഏത് വേണമെങ്കിലും വീഴാം, നമുക്ക് പറയാൻ പറ്റില്ല.
ഇങ്ങനെയുള്ള എക്സ്പെരിമെന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റാൻഡം എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയില്ല അതിൽ ഏതാണ് ശരിക്കും കറക്റ്റായിട്ട് ഔട്ട്കം എന്താണ് വരിക, കറക്റ്റ് നമുക്ക് അതിൻ്റെ ആൻസർ എന്താ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ വരാൻ സാധ്യതയുള്ള പോസിബിലിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഔട്ട്കംസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഹെഡ് വീഴാം അല്ലെങ്കിൽ ടെയിൽ വീഴാം. ഇതാണ് ഔട്ട്കം എന്ന് പറയുന്നത്. ഡൈസ് ത്രോ ചെയ്യുമ്പോൾ 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഔട്ട്കംസ് എന്ന് പറയുന്നത്. വരാൻ സാധ്യതയുള്ള എല്ലാവരും. റെഡി? അടുത്ത നോക്കുക, പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ചാൻസ്. അങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് ഹെഡ് വീഴാൻ, ഒരു കോയിൻ ടോസ് ചെയ്യാണ്, ഹെഡും വീഴാം ടെയിലും വീഴാം അല്ലേ. ഒരു കോയിൻ നമ്മളിങ്ങനെ ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡും വീഴാം ടെയിലും വീഴാം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ്? ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ്, ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? ഇവിടെ ഹെഡ് എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം വന്നിട്ടുള്ളൂ? ഒരു പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. 2 ഔട്ട്കംസിൽ 1. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് എന്ന് പറയുന്നത് 1/2 ആണ്. അതായത് ഇതിൻ്റെ അകത്ത് ഒരാൾക്ക് വരാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/6 ആണ്. മനസ്സിലായില്ലെങ്കിൽ ഇത് നോക്കാം. നമ്മൾ ഡൈസ് ത്രോ ചെയ്യുമ്പോൾ ഇതാണ് നമ്മളുടെ ഡൈസ് ത്രോ ചെയ്യുമ്പോൾ ഉള്ള ഔട്ട്കംസ്. 1 മുതൽ 6 വരെ 6 ഔട്ട്കംസ് ഉണ്ടാവും അല്ലേ. പ്രോബബിലിറ്റി ഓഫ് 3 വീഴാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? 3 ഒരാളല്ലേ ഉള്ളൂ. 1/6. ഇതിനെയാണ് മക്കളെ നമ്മൾ എന്ത് എന്ന് പറയുന്നത്, പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ, ഇവന്റ്. ഇവന്റ് എന്ന് പറഞ്ഞാൽ ഈച്ച് ഔട്ട്കം ഓഫ് എൻ എക്സ്പെരിമെന്റ് ഓർ കളക്ഷൻ ഓഫ് ഔട്ട്കംസ് മേക്ക് ആൻ ഇവന്റ്. ഒരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ പറയുമ്പോഴേക്കും മനസ്സിലാവുക. 1, 2, 3, 4, 5, 6. ഇതാണ് നമ്മളുടെ ഡൈസ് ത്രോ ചെയ്യുമ്പോഴുള്ള ഔട്ട്കംസ് അല്ലേ. ഇതിൽ ഓരോരുത്തരും ഓരോ ഇവന്റുകളാണ്. അതാ ഈച്ച് ഔട്ട്കം ഓഫ് എൻ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഇവന്റ് ആണ്. ഓരോ ഇവന്റുകളാണ്. കളക്ഷൻ, അതായത് ഈവൻ നമ്പേഴ്സ്. ഇവിടെയുള്ള ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാ? 2, 4, 6. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഈവൻ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എത്ര വരും? 3/6. അത് പോട്ടെ. അപ്പോൾ ഇവിടെ ഈവൻ നമ്പേഴ്സ് മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഈ ഔട്ട്കംന്ന് ഈവൻ നമ്പേഴ്സ് മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഇവന്റ് ആണ്. ഓഡ് നമ്പേഴ്സ് മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് വേറൊരു ഇവന്റ് ആണ്. ഇങ്ങനെ ഒരു കളക്ഷൻ ഓഫ് ഔട്ട്കംസോ അല്ലെങ്കിൽ ഓരോ ഔട്ട്കംസിനെയോ നമുക്ക് എന്താണെന്ന് പറയാം? ഇവന്റുകളാണ് എന്ന് പറയാം. മക്കളെ, ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഈ ഒരു ഫുൾ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ ആയിക്കോട്ടെ, ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽഡുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ലൈവിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു ഡാറ്റ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന കംപ്ലീറ്റ് ചാപ്റ്ററിൻ്റെ കട്ട് ഷോർട്ട് ആയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണാൻ പറയാം. നിങ്ങളുടെ സജഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, കമൻ്റ് ആയിട്ട് താഴെ പറയാം. സോ താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ എവ്രി വൺ.